ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മളിത് ചെയ്യുന്നത് വെള്ളക്കടലയും രാജ്മയും ബീൻസും വെച്ചിട്ടാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയുമായിട്ട് നല്ല ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ക്രിസ്മസ് വരുമ്പോഴും അതുപോലെ തന്നെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് സാലഡ് ഉണ്ടാക്കാം. സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് വെള്ളക്കടലയും 3/4 കപ്പ് രാജ്മയുമാണ്. കടലയും രാജ്മയും 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം പ്രഷർ കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണിത്. കടലയും രാജ്മയും സെപ്പറേറ്റ് ആയിട്ട് വിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. രണ്ടിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നതാണ് നല്ലത്. കടലയും രാജ്മയും 8 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം പ്രഷർ കുക്കറിൽ മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണിത്. കടലയും രാജ്മയും കൂടുതൽ വെന്തുടഞ്ഞ് പോകരുത്. എന്നാലും ഇത് കയ്യിലെടുത്ത് അമർത്തുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും വേണം. വേവിച്ച് കഴിയുമ്പോഴത്തേക്കും കടലയിലും രാജ്മയിലും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളയണം. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ബീൻസ് ആണ്. കടലയും രാജ്മയും എടുക്കുന്ന അതേ മെഷർമെന്റിൽ തന്നെ വേണം നമ്മൾ ബീൻസും എടുക്കാനായിട്ട്. 3/4 കപ്പ് ബീൻസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ബീൻസ് ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ബീൻസ് എല്ലാം ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി സാലഡിനായിട്ട് നമുക്ക് വേണ്ടത് സെലറിയാണ്. സെലറിയുടെ തണ്ട് മാത്രമേ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നുള്ളൂ. സെലറി നമുക്കൊരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ബീൻസ് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഒരു സ്റ്റീമറിൽ ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീമറിൻ്റെ പുറത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റീമർ മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. കൂടുതൽ വെന്തൊടഞ്ഞ് പോകരുത്. കൂടുതൽ വെന്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബീൻസിൻ്റെ കളറെല്ലാം മാറിപ്പോകും. ഇനി സാലഡിനൊരു ഡ്രസ്സിങ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്ക് പീസും അതുപോലെ രാജ്മയൊക്കെ കുക്ക് ചെയ്ത സമയത്ത് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ തരിയൊക്കെ കടിക്കുമ്പോഴത്തേക്കും സാലഡ് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് നമുക്ക് നാരങ്ങനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമല്ലെങ്കിൽ നാരങ്ങനീര് ഉപയോഗിക്കാം കേട്ടോ. വിനാഗിരി എല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ബൗളിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്മ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ബീൻസ് സ്റ്റീം ചെയ്തതിന് ശേഷം ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറിയുടെ സ്റ്റെമ്മും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവസാനം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഡ്രസ്സിങ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമുക്കിതിൽ ക്യാപ്സിക്കമൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നല്ല റെഡ് കളറിൽ യെല്ലോ കളറിലെ ക്യാപ്സിക്കമൊക്കെ അരിഞ്ഞ് ചേർത്ത് നല്ല കളർഫുള്ളായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ പച്ചയോ മഞ്ഞയോ റെഡോ ഒക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഈ സാലഡ് എൻ്റെ ബ്ലോഗിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ എൻ്റെ ബ്ലോഗിലുള്ളതാണ്. ആ സാലഡ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ക്യാപ്സിക്കം എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോ കാണാൻ നല്ല കളർഫുള്ളാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായി നമ്മുടെ 3 ബീൻസ് സാലഡ് റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്കൊരു പാർട്ടി സാലഡായിട്ട് ഇപ്പോൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ അടിപൊളി റെസിപ്പിയാണ്. ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ സാലഡ് കഴിക്കുകയാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആണ്. ഡിന്നറിനൊക്കെ നമുക്കിത് കഴിക്കാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.